ഹലോ, വെൽക്കം ടു ലീഗൽ ബ്രീഫ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CPC-യുടെ ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് CPC? CPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ സിവിൽ കോടതികൾ സിവിൽ കേസസിനെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതായത് സിവിൽ കേസസിനെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റി പറയുന്നതാണ് CPC-യിൽ നമ്മളിവിടെ പറയുന്നത്. ഈ CPC നിലവിൽ വന്നത് 1908 ഈ CPC എന്ന് പറയുന്നത്, അതായത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് 1908 ഇതിൽ മുഴുവനായിട്ട്, അതായത് മൊത്തത്തിൽ 158 സെക്ഷനും 51 ഓർഡേഴ്സുമാണ് ഈ CPC-യിൽ ഉള്ളത്. ഇതിൽ 158 സെക്ഷൻസിലും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 51 ഓർഡേഴ്സിലും റൂൾസിലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് CPC-യിൽ പറയുന്നത്. CPC ബേസിക്കലി എന്താണ്, നമ്മളുടെ സിവിൽ കോടതികൾ, അതായത് ഇന്ത്യയിലുള്ള സിവിൽ കോടതികൾ സിവിൽ കേസസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയേഴ്സിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെയാണ് ഈ CPC-യിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് നിലവിൽ വന്നത് 1908 ഇതിൽ മൊത്തത്തിൽ 158 സെക്ഷൻസ് ഉണ്ട്, 51 ഓർഡേഴ്സ് ഉണ്ട്. ഈ സെക്ഷൻസിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറൽ ലോ ആണ് പറയുന്നത്. ഓർഡേഴ്സ് ആൻഡ് റൂൾസിൽ ഡീറ്റെയിൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ CPC എന്ന് പറയുന്നത് എന്താണ്, സിവിൽ കേസസിൽ സിവിൽ കോടതികളിൽ മാത്രമാണ് ഈ CPC അപ്ലൈ ചെയ്യുന്നത്. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയേഴ്സ് എപ്പോഴും സിവിൽ കോടതികളിലും സിവിൽ കേസസിലും മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇതൊരു പ്രൊസീജിയർ ലോ ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ. CPC-യിൽ എന്താണ്, പ്രൊസീജിയർ ലോ ആണ്. സിവിൽ കേസസിൽ സിവിൽ കോടതികൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ് ഈ CPC-യിൽ പറയുന്നത്. അല്ലാതെ ഒരാൾ ചെയ്ത, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ചെയ്ത ഒരു കുറ്റകൃത്യത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചിട്ടല്ല ഈ CPC-യിൽ പറയുന്നത്. ഈ CPC-യിൽ എന്താണ്, ഓരോ മെത്തേഡ്സ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് CPC-യിൽ പറയുന്നത്. അല്ലാതെ ഒരാളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ ചെയ്ത തെറ്റാണോ ശരിയാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ലോ അല്ല CPC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ CPC-യിൽ ക്രിമിനൽ കേസസ് അപ്ലൈ ചെയ്യാറില്ല. അതായത് ക്രിമിനൽ കേസസിൽ ഒരിക്കലും CPC അല്ല അപ്ലൈ ചെയ്യുന്നത്. അത് CRPC അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം BNSS ഒക്കെയാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത്. CPC ക്രിമിനൽ കേസസിൽ അപ്ലൈ ചെയ്യാറില്ല. ഈ CPC-യിൽ വരുന്ന കേസസ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്, മണി റിക്കവറി സ്യൂട്ട്, പിന്നെ ഫാമിലി മാറ്റേഴ്സായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, പിന്നെ പ്രോപ്പർട്ടി പാർട്ടീഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ, ഇഞ്ചക്ഷൻ സ്യൂട്ടോ, കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ, ഇതുപോലത്തെ സിവിൽ നേച്ചറായിട്ടുള്ള കേസസ് ആണ് ഈ സിവിൽ കോടതികളിൽ പറഞ്ഞത്. ഇതുപോലത്തെ ഈ സിവിൽ കോടതികളിൽ വരുന്ന സിവിൽ കേസസ് ആണ് CPC-യിൽ പറയുന്നത്. അതായത് അതിന്റെ പ്രൊസീജിയേഴ്സ്, സിവിൽ കേസസ് എന്നല്ല, സിവിൽ കേസസിന്റെ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് ഈ CPC-യിൽ പറയുന്നത്. പിന്നെ ഈ CPC 1908 ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. റെസ് സബ്ജുഡൈസ്, റെസ് ജുഡീക്കേറ്റ, പിന്നെ എവിടെയൊക്കെ സ്യൂട്ട് ഫയൽ ചെയ്യാം, കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കേസസിന്റെ ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ഓഫ് കേസസ്, സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, പ്ലീഡിങ്സ്, അപ്പീൽ, റിവ്യൂ, റിവിഷൻ, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നത്, അതായത് പ്ലെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ സാഹചര്യത്തിൽ കോടതി റിട്ടേൺ അയക്കും, അതുപോലെ തന്നെ സമൺസ്, പിന്നെ വിഡ്രോ ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്, പിന്നെ മൈനറും അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള സ്യൂട്ട് എങ്ങനെയായിരിക്കും, പിന്നെ ഗവൺമെന്റിനെതിരെ ഒരു സ്യൂട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇഞ്ചക്ഷൻ, ഇതിനൊക്കെ പറ്റിയിട്ടാണ് ഈ CPC-യുടെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരാളുടെ റൈറ്റ്സോ ലയബിലിറ്റീസോ അല്ല, അല്ലെങ്കിൽ ഒരാൾ ചെയ്ത ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടല്ല CPC-യിൽ പറയുന്നത്. CPC-യിൽ എന്താണ് പറയുന്നത്, ഒരു കോടതി, അതായത് സിവിൽ കോടതി, ഇന്ത്യയിലുള്ള സിവിൽ കോടതി ഒരു സിവിൽ കേസസ് എടുക്കുമ്പോൾ ആ സിവിൽ കേസസ് ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള റൂൾസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു CPC-യുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.